നടത്താനുള്ള സ്വാതന്ത്ര്യവും അവിടെ നിൽക്കട്ടെ, മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവിടെ നിൽക്കട്ടെ. ഒരു മുസ്ലിമിന് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രാഥമികമായ അടയാളം എന്ന് വിളിക്കാൻ കഴിയുന്ന നമസ്കാരം സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഈ രാജ്യത്ത് നമസ്കരിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ വലകെട്ടിൽ ഇത്ര പ്രൗഢമായി സംഘടിപ്പിക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളന വേദിയിൽ നിന്ന് എന്റെ മുൻപിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാലഘട്ടത്തിലും ഒരു കേരളീയ മുസ്ലിമിന് ആ അവകാശം നിഷേധിക്കപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളോട് 3 സംഭവങ്ങൾ പറയാം. ആദ്യത്തെ സംഭവം നടക്കുന്നത്, ഈ 3 സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, മീഡിയയിൽ വന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഹർഷ്മന്ദർ എന്നു പേരുള്ള ഒരു ഉത്തരേന്ത്യൻ ആക്ടിവിസ്റ്റിന്റെ കോളത്തിൽ അദ്ദേഹം ഡേറ്റ് ഇട്ട് അത് പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. ആദ്യത്തെ സംഭവം നടക്കുന്നത് അലഹബാദിലാണ്. ഇപ്പോ നഗരത്തിന്റെ പേര് പ്രയാഗ്രാജ് എന്നാണ്. അവിടുത്തെ ഒരു ആശുപത്രി, ആ ആശുപത്രിയുടെ ICUവിന്റെ മുറി, ആ ICUവിൽ ഒരാൾ ഡെങ്കുപ്പനി ബാധിച്ച ചികിത്സയിലാണ്. ആ ചികിത്സയിൽ കഴിയുന്ന ആളിന്റെ ഭാര്യ ആ ICU മുറിയുടെ പുറത്തുണ്ട്. തന്റെ ഭർത്താവ് ICUവിൽ കിടന്ന് രോഗത്തോട് മല്ലിടുമ്പോ സാധുവായ വൃദ്ധയായ ആ സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, തന്റെ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘായുസിനും രോഗവിമുക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അവര് ചെറിയൊരു മുസല്ല വിരിച്ച് ആ ICUവിന്റെ പുറത്ത് നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കെ കുറച്ച് ആളുകൾ വന്ന് ആ വീഡിയോ ചിത്രീകരിച്ചു. വീഡിയോ ചിത്രീകരിച്ചിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അത് ചെയ്തത് ഉത്തരേന്ത്യയിലെ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരായിരുന്നു. ആ വീഡിയോ വൈറലായി. ഒരു പൊതുസ്ഥലത്ത് ഇവർക്ക് എങ്ങനെ നമസ്കരിക്കാൻ ധൈര്യം വരുന്നു എന്ന ചോദ്യത്തോടെ ആ വീഡിയോ ഉത്തർപ്രദേശ് മുഴുവൻ പരന്നു. ആ വീഡിയോ വൈറലായപ്പോ അത് അവിടുത്തെ ആശുപത്രിയിലാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ആ ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ ആ സ്ത്രീയെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി നിങ്ങളുടെ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുമ്പോ ഇവിടെ നമസ്കരിച്ചു പോവരുത്. നിങ്ങളൊരു പ്രായമുള്ള സ്ത്രീ ആയതുകൊണ്ട് തൽക്കാലം ഇതൊരു വാണിംഗിൽ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ പൊതുസ്ഥലത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്നാണ്. രണ്ടാമത്തെ സംഭവം അത് നടക്കുന്നത് ഉത്തർപ്രദേശിലെ മുറാദാബാദിലാണ്. സംഭവം നടക്കുന്നത് കഴിഞ്ഞ റമദാൻ മാസത്തിലാണ്. താരിഖ് ഹുസൈൻ എന്നു പേരുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ ജോലി ഹുസൈൻ അയൺ ഹൗസ് എന്ന പേരിൽ അവിടെ ഒരു കച്ചവട സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അദ്ദേഹം രാത്രിയായപ്പോ റമദാനിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ 26 പേരെ വിളിച്ചു ചേർത്തു. എന്തിനാ വിളിച്ചു ചേർത്തത്? നമ്മൾ കേട്ടാൽ മൂക്കത്ത് വിരൽ പച്ചു പോകുന്ന അത്ര ലളിതമായ ഒരു കാര്യത്തിന്, തറാവിഹ് നമസ്കരിക്കാൻ 26 പേർ ചേർന്ന്, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ചേർന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ ഹോളിൽ ഒരാൾക്കും ശല്യമില്ലാതെ തറാവിഹ് നമസ്കരിക്കുന്നു. ഈ നമസ്കാരം ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞ ആ പ്രദേശത്തെ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകർ ആ രാത്രി ചെയ്തത് അവരാ വീട് ആക്രമിച്ചു. ആ വീട്ടിൽ കടന്നു കയറി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന പേരിൽ മജിസ്ട്രേറ്റിന് പരാതി കൊടുത്തു. മജിസ്ട്രേറ്റ് പിറ്റേ ദിവസം ഈ മനുഷ്യരെ കാണാൻ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇവിടെ തറാവിഹ് നമസ്കരിക്കുന്നുണ്ടോ? മറുപടി കൊടുത്തു, നമസ്കരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ നമസ്കരിക്കാൻ കഴിയില്ല. ഈ മനുഷ്യൻ വിദ്യാഭ്യാസമുള്ള ഒരാൾ എന്ന നിലക്ക്, നഗരത്തിൽ ഒരു വലിയ കച്ചവടം ചെയ്യുന്ന ലോകപരിചയമുള്ള ഒരു മനുഷ്യൻ എന്ന നിലക്ക് അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അവകാശത്തിന് വേണ്ടി വാദിച്ചു. ഞാൻ നമസ്കരിക്കുന്നത് എന്റെ ബന്ധുക്കളോടൊപ്പമാണ്. ഞാൻ നമസ്കരിച്ചത് എന്റെ വീട്ടിൽ വെച്ചാണ്. വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ മുൻകൂറായ അനുവാദത്തിന്റെ ആവശ്യമില്ല. വീടിനകത്ത് വെച്ച് ഞാൻ വിശ്വസിക്കുന്ന ആരാധനാകർമ്മങ്ങളിൽ എന്റെ ബന്ധുക്കളോടൊപ്പം ഏർപ്പെടുക എന്നത് എന്റെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. ആ മജിസ്ട്രേറ്റ് ചെയ്തത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 111 വകുപ്പ് അനുസരിച്ച് ഒരു നോട്ടീസ് കൊടുത്തു. ആ 111 വകുപ്പ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഒരു കലാപം ഉണ്ടാക്കുമെന്ന്, നിങ്ങൾ നാട്ടിൽ സംഘർഷം ഉണ്ടാക്കുമെന്ന് ഗവൺമെന്റ് ഭയക്കുന്നു. അങ്ങനെ വരുമ്പോ ആ കലാപത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന്, ആ സംഘർഷത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ഗവൺമെന്റിന് ബോണ്ട് ആവശ്യപ്പെടാം. ഈ മനുഷ്യരോട് പറഞ്ഞത്, നാളെയും നിങ്ങൾ ഈ തറാവീഹ് നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 5 ലക്ഷം രൂപയുടെ ബോണ്ട് വേണ്ടി വരും എന്നാണ്. 5 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവെച്ചാൽ ഈ തറാവീഹ് നമസ്കാരം തുടരാം. അതല്ലെങ്കിലോ ഇത് നിർത്തിവെക്കേണ്ടി വരും. എന്തുകൊണ്ട്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, ആ വീട്ടിലെ സ്വീകരണ മുറിയിൽ നിങ്ങളുടെ ബന്ധുക്കളോടൊപ്പം നമസ്കരിച്ചാൽ ഈ നാടിന്റെ സമാധാനം തകർന്നു പോകുമെന്ന് കുറെ ആളുകൾ പുറത്തുകൂടി നിന്ന് ആക്രോശിക്കുകയാണ്. രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം നടക്കുന്ന ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയിലുള്ള നോയിഡ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടുത്തെ ഒരു ഹൗസിംഗ് കോളനിയിൽ സമാനമായ രൂപത്തിൽ നമസ്കരിച്ചവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു. കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പെരുന്നാൾ നമസ്കരിച്ചപ്പോ പള്ളിക്കകത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് വഴിയിൽ നിന്ന് നമസ്കരിച്ചതിന് 1700 പേർക്കെതിരെ കേസ്. ഈ കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നിന്ന് പുറത്തു വന്ന ഒരു വീഡിയോ, ജുമാ നമസ്കാരത്തിന് പള്ളിയിലെ സ്ഥലപരിമിതി മൂലം റോഡിന്റെ വഴിവക്കത്ത് നിന്ന് നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ ഡൽഹി പോലീസ് നിലത്തിട്ട് ചവിട്ടുന്നു. അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് പോലീസ് അയാളുടെ തലയിൽ ചവിട്ടി താഴെ വീഴ്ത്തുകയാണ്. എന്നിട്ട് നിലത്ത് കിടക്കുമ്പോ നാഭിക്ക് ചവിട്ടാണ്. സലാം വീട്ടിയിട്ടല്ല കേട്ടോ, അത്തഹിയ്യാത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത് ചെയ്യുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ, ഈ 3 സംഭവങ്ങൾ, അതിനുശേഷം അതിനനുബന്ധമായി 2 സംഭവങ്ങൾ, ആകെ 5 സംഭവങ്ങൾ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞത് ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു കോണിൽ, വിശേഷിച്ച് സംഘപരിവാർ അവരുടെ എല്ലാ പ്രതാപങ്ങളോടെയും അധികാരത്തിലിരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആദ്യത്തെ അടയാളമായ ആരാധനയിൽ ഏർപ്പെടുക. നിങ്ങളുടെ വീടിനകത്ത് നമസ്കരിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പോലും RSS വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. ലുലു മാളിൽ എല്ലാവരും പോകാനുണ്ടല്ലോ. നമ്മൾ കോഴിക്കോട്ട് ഇപ്പൊ പുതിയത് വന്നു, ഞങ്ങളുടെ എറണാകുളത്തുണ്ട്, ഇവിടെ ദുബൈക്കാർ ഒരുപാടുണ്ട്, ദുബൈയിലുണ്ട് ധാരാളം ലുലു മാള്. ഉത്തർപ്രദേശിലെ ലഖ്നൗ നഗരത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവും, ലുലു മാൾ ആരംഭിച്ചു. പ്രമുഖ വ്യവസായി യൂസുഫ് അലിയുടെ ലുലു മാൾ അവിടെ ആരംഭിച്ചു. അത് ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. പക്ഷെ ലുലു മാൾ എങ്ങനെയാണ് വാർത്തകളിൽ ആദ്യം ഇടം പിടിച്ചത്? അതിന്റെ ഒരു മൂലക്ക് കുറെ ആളുകൾ വന്ന് നമസ്കരിക്കുന്നു. ഈ നമസ്കാരത്തിൽ ഏർപ്പെട്ടത് കണ്ടപ്പോ അവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ പൊടുന്നതിന് രംഗത്തെത്തി മുദ്രാവാക്യം വിളിക്കുന്നു. ആ ലുലു മാളിൽ വലിയ സംഘർഷമുണ്ടാകുന്നു. പിന്നീട് അന്വേഷിച്ചു പോയപ്പോൾ കണ്ടത് ഈ നമസ്കാരം കൈകെട്ടി 1.5 മിനിറ്റിൽ തീർന്നു എന്നാണ്. ആ നമസ്കാരം ആകെ 1 റക്അത്തുള്ളൂ. 1 റക്അത്തുള്ള നമസ്കാരം ഇവിടെ ഇല്ലല്ലോ. ഈ നമസ്കരിക്കാൻ വന്നവർ പോലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന സംശയം. ഞാൻ പറഞ്ഞു വെച്ചത്, നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഏറ്റവും പ്രാഥമികമായ കാര്യം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നമസ്കരിക്കാനുള്ള ആരാധനാ സ്വാതന്ത്ര്യം പോലും രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം. എന്റെ ചോദ്യം, ഒരാൾ വീടിനകത്ത് നമസ്കരിക്കുമ്പോ ആ നമസ്കാരം പോയി തടസ്സപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കൂട്ടം, ആ ആൾക്കൂട്ടം ഈ രാജ്യത്ത് എങ്ങനെ ഉണ്ടായി? അതാണ് എന്റെ ചോദ്യം. ആ മനുഷ്യർക്ക് ഈ നമസ്കരിക്കുന്നത് തടയണം എന്ന് എന്തുകൊണ്ട് തോന്നുന്നു? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പണ്ട് യാത്രക്കിടയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമസ്കരിച്ചാൽ, ഒരു ട്രെയിനിൽ നമസ്കരിച്ചാൽ, ഈ രാജ്യത്തെ മനുഷ്യർ നമസ്കരിക്കുന്ന മനുഷ്യന് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന മനോഹരമായ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അത് തകർത്ത് ഈ രൂപത്തിൽ അപരന്റെ മതവിശ്വാസത്തിന്റെ ഒരു അടയാളം കാണുമ്പോൾ ഭ്രാന്ത് പിടിച്ചു പോകുന്ന ആൾക്കൂട്ടങ്ങളെ സംഘപരിവാർ ഈ രാജ്യത്ത് എങ്ങനെ സംവിധാനിച്ചു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് വർത്തമാനകാലത്ത് ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. അത് ഇസ്ലാമോഫോബിയ എന്നാണ് അതിന്റെ പേര്. ഒരുതരം മുസ്ലിം പേടി ഉണ്ടാക്കുക, മുസ്ലിങ്ങളെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക, അവരുടെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുക, ദേശക്കൂറില്ലാത്തവരാക്കി മാറ്റുക, ഭീകരവാദികളെന്ന് തീവ്രവാദികളെന്ന് അവരെ ചാപ്പകുത്തുക. അവരുടെ കുട്ടികൾ പഠിച്ചാൽ അത് മാർക്ക് ജിഹാദ്, അവരുടെ കൂട്ടത്തിൽ നിന്ന് മിശ്രവിവാഹം നടന്നാൽ അത് ലവ് ജിഹാദ്, അവരൊരു ഭൂമി വാങ്ങിയാൽ അത് ലാൻഡ് ജിഹാദ്, അവർ ഹോട്ടൽ തുടങ്ങിയാൽ അത് ഹലാൽ ജിഹാദ്, അവര് ബിരിയാണി വിളമ്പിയാൽ അത് തുപ്പൽ ജിഹാദ്. ഇങ്ങനെ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ,
ഒരു സമൂഹത്തിന്റെ അടയാളങ്ങളെ തെരഞ്ഞുപിടിച്ച് അപരവൽക്കരിച്ച് ശത്രുസ്ഥാനത്ത് നിർത്തുന്ന രാഷ്ട്രീയം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ നിർവചിക്കുന്ന ഒന്നാണ്. അത് RSS. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിനി 7 മിനിറ്റ് കൂടിയേ ഉള്ളൂ. RSS ഇത് ഉപയോഗിക്കാറുണ്ട്. രാജ്യത്ത് അവർ അധികാരത്തിൽ വന്നത് അങ്ങനെയാണ്. RSSന്റെ ഏറ്റവും വലിയ പ്രചരണ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വിഭജിച്ചവരാണ്. നിങ്ങൾ കേൾക്കണം, ഈ രാജ്യത്തെ വിഭജിച്ചവരാണ്. പാകിസ്ഥാൻ എന്ന പങ്കുവാങ്ങിപ്പോയവരാണ്. അവിടേക്ക് പോവാതെ ഭാരതത്തിൽ അവശേഷിക്കുന്ന മുസ്ലിങ്ങൾ അവർ ഈ രാജ്യത്തോടുള്ള കൂറുകൊണ്ട് ഇവിടെ താമസിച്ചവരല്ല. അങ്ങനെയുണ്ടല്ലോ, ഇന്ത്യയിൽ ഇപ്പോഴുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ബൈ ചാൻസ് ഇന്ത്യൻസ് അല്ല, ബൈ ചോയ്സ് ഇന്ത്യൻസ് ആണ്. ഈ രാജ്യം ഇന്ത്യ ഉപഭൂഖണ്ഡം മതത്തിന്റെ പേരിൽ രണ്ടായി പകുത്തു വച്ചിട്ട് ഹിന്ദുക്കൾക്ക് ഇവിടെ മുസ്ലിങ്ങൾക്ക് അവിടെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടേക്കില്ല, പിന്നെയോ ഞങ്ങൾ ഈ ജനിച്ച മണ്ണിൽ ജീവിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ എന്ന ദേശീയതയെ തെരഞ്ഞെടുത്തവരാണ്. ഈ രാജ്യത്ത് നിന്ന് താമസിക്കുന്ന ഏതാണ്ട് 14 കോടിയിൽ പരം വരുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അന്ന് മറിച്ചൊരു തീരുമാനമാണ് നമ്മൾ എടുത്തതെങ്കിലോ പാകിസ്ഥാനിലേക്ക് പോവാൻ ഒരാളും തടയുമായിരുന്നില്ല. ഈ വലകെട്ടിൽ, ഈ കുറ്റ്യാടിയിൽ, ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ഇന്ന് താമസിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ പൂർവികന്മാർ അന്ന് തീരുമാനിച്ചത് ഈ രാജ്യത്ത് ജീവിക്കും എന്നാണ്. അവരെ ഭീകരവാദികളാക്കി തീവ്രവാദികളാക്കുന്ന രാഷ്ട്രീയം അത് തുടങ്ങിയത് ഇന്ത്യ വിഭജനത്തിൽ നിന്നാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിലെ മുസ്ലിം സമുദായത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാളുകളിൽ, ആ കലാപ നാളുകളിൽ RSS ഇന്ത്യയിലെ വലതുപക്ഷവും ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ കുറ്റം ഇവരെ രാജ്യം വിഭജിച്ചവരാണ്, ഈ രാജ്യത്തെ വെട്ടിപ്പകുത്തവരാണ്. പങ്കുവാങ്ങി പോയിട്ടും പിന്നെയും പോകാതെ ഈ രാജ്യത്ത് കഴിഞ്ഞുകൂടുന്ന നുഴഞ്ഞുകയറ്റക്കാരാണ്. സ്നേഹമുള്ളവരെ, 7.5 പതിറ്റാണ്ട് മുൻപ് ഈ രാജ്യത്തിന്റെ വിഭജന കാലഘട്ടത്തിൽ RSS ഉപയോഗിച്ച ആ വാക്ക്, അതേ വാക്ക് ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഏറ്റവും അധികം മുഴഞ്ഞുകേട്ട ഒരു വാക്ക് അതേ വാക്കാണ്. അതിന്റെ ഹിന്ദി ഗുസ്പേഡിയ, നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നാണ്. ഞാനത് പറഞ്ഞു വെച്ചത് അത് BJPയുടെ അജണ്ടയാണ്. എന്നാൽ ഇന്നു മുതൽ സ്നേഹമുള്ളവരെ, കേരളത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ട്. ആ രാഷ്ട്രീയ ചർച്ച ഇപ്പോഴെത്തി നിൽക്കുന്നത് 1947 വിഭജന കാലഘട്ടത്തിലാണ്. വിഭജന കാലഘട്ടത്തെ കുറിച്ച് ആ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനു വേണ്ടി ഇന്ത്യയിൽ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുയർത്തിയത് മലപ്പുറം ജില്ലക്കാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. നമ്മൾ കാണേണ്ടത് മലപ്പുറം ജില്ലയെ പാകിസ്ഥാൻ വാദത്തിന്റെ ഏറ്റവും വലിയ പ്രചരണ കേന്ദ്രമായി കേരളത്തിൽ ചിത്രീകരിക്കുന്നത് ഇവിടുത്തെ RSSകാരല്ല, തൽക്കാലത്തെങ്കിലും അതിവിടുത്തെ BJPക്കാരുമല്ല. ആ പ്രചരണം തുടങ്ങി വെക്കുന്നത് ഈ കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന CPMന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സഖാവ് പാലൊളി മുഹമ്മദ് കുട്ടിയാണ്. 2 ദിവസമായി നടക്കുന്ന രാഷ്ട്രീയ ചർച്ച അതാണ്. CPMന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിന്റെ സുവനീറിന് സഖാവ് പാലൊളി കൊടുത്ത ഒരു അഭിമുഖം. ഈ പാലൊളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഇപ്പോ ദൈനംദിന രാഷ്ട്രീയത്തിൽ സജീവമല്ല, CPMന്റെ പരിപാടികളിലും പങ്കെടുക്കാറില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ എത്രയോ നാളുകളിലായി അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. പക്ഷെ ആ മുതിർന്ന നേതാവിനെ തന്നെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ടോ അതേ മനുഷ്യന്റെ വായ കൊണ്ട് ചരിത്രപരമായ ഒരു സാധൂകരണവുമില്ലാത്ത ഒരു പച്ചക്കള്ളം അവർ കെട്ടിയെഴുന്നള്ളിക്കുകയാണ്. എന്താണ്? മലപ്പുറം ജില്ലയിൽ നിന്ന് പാകിസ്ഥാന് വേണ്ടി KMCD സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഘോരഘോരം വാദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ രാജ്യം വിഭജിക്കണമെന്ന് ഏറ്റവും ഉച്ചത്തിൽ ആവശ്യപ്പെട്ട മനുഷ്യർ മലപ്പുറത്തെ മനുഷ്യരാണ്. പാലൊളി മുഹമ്മദ് കുട്ടി എന്ന CPMന്റെ നേതാവ് അത് പറഞ്ഞ് നാക്ക് വായിലേക്കിട്ട് അരനാഴിക കഴിയുന്നതിന് മുൻപ് പിന്നിട്ട എത്രയോ വർഷങ്ങളിലായി ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിൽ വെറുപ്പിന്റെ നെരിപ്പോട് കത്തിച്ച വിഷകല എന്ന ശശികല ടീച്ചർ അത് ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ എന്നോ പറഞ്ഞതാണ്. ഇപ്പൊ കേൾക്കുന്ന ഒരു താളിതാണ്. വിജയരാഘവൻ ഒരു കാര്യം പറയാ, അവിടെ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വോട്ട് കൊടുത്തവർ ഭീകരവാദികളും തീവ്രവാദികളുമാണ്.
CPM-കാരൻ അത് പറഞ്ഞു തീരുമ്പോ പാട്ടിന് കോറസ് പാടുന്നത് പോലെ RSS-കാരനോടെ പറയും, ഇപ്പോഴാണോ നിങ്ങൾക്ക് തിരിഞ്ഞത്? ഞങ്ങൾ എന്നോ പറഞ്ഞതാണ്. ഈ കോഴിക്കോട്ട്, മലപ്പുറത്ത് ശരീരത്തിൽ രോഗങ്ങൾ വർദ്ധിച്ച് മനുഷ്യർ ആരോഗ്യത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകുന്ന ഈ കാലത്ത് മെക്സവൺ എന്നൊരു വ്യായാമ കൂട്ടായ്മ രൂപപ്പെട്ടു. CPM-ന്റെ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സെക്രട്ടറി, ഈ കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പ്രസംഗം എന്താണ്? മെക്സവൺ ജമാഅത്തെ ഇസ്ലാമിയാണ്, അത് പോപ്പുലർ ഫ്രണ്ടാണ്. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പുലർകാലത്ത് അണിനിരത്തി ഇവർ ആയുധ പരിശീലനം കൊടുക്കുകയാണ്. എന്തിനാ? ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ. 21 മിനിറ്റ് പൊതുമൈതാനത്ത് ഒരു കറിക്കത്തിയും ഒരു ബ്ലേഡും പോലും കയ്യിലില്ലാതെ മനുഷ്യർ നടത്തുന്ന ഒരു വ്യായാമ പരിശീലനം, അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കാണുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ മണ്ണൊരുക്കലാണ് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറയുമ്പോഴോ തൊട്ടു പിന്നാലെ RSS എത്തി. സഖാവേ, ഞങ്ങൾ ഇതെന്നോ പറഞ്ഞതാണ്. പാകിസ്ഥാന് വേണ്ടി ആദ്യം വാദിച്ചത് മലപ്പുറം എന്ന് പാലൊളി മുഹമ്മദ് കുട്ടി പറഞ്ഞു വെക്കുമ്പോ ഇഷകല ടീച്ചർ ചാടി വീഴാണ്. സഖാവേ, ഞങ്ങളെന്നോ പറഞ്ഞു വെച്ചതാണ്. സ്വർണം കടത്തി ഹവാലാപ്പണം ഉണ്ടാക്കി തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മലപ്പുറം മാറി. കേരളത്തിലെ CPM-ന്റെ നേതാവ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുമ്പോ RSS-കാരൻ ചാടി വീഴാണ്. സഖാവേ, ഇത് ഞങ്ങളെന്നോ പറഞ്ഞതാണ്. എന്റെ പ്രശ്നം ഇതാണ്, ഇത് മാത്രമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അവരുടെ അജണ്ടകളൊന്നായി മാറുന്നു, അവരുടെ ശബ്ദമൊന്നായി മാറുന്നു. ഞാൻ ആദ്യം എണ്ണി പറഞ്ഞ 5 സംഭവങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉത്തരേന്ത്യയിലെ ഒരു സമുദായത്തിന്റെ ആരാധന മുതൽ, അവരുടെ ഭക്ഷണം മുതൽ, അവരുടെ വിശ്വാസത്തിന്റെ ഓരോ അടയാളങ്ങളെയും തേടിപ്പിടിച്ച് വേട്ടയാടി അവരെ ഭീകരവാദികളും തീവ്രവാദികളുമാക്കുന്ന ഏർപ്പാട് ഈ കേരളത്തിൽ അതിനേക്കാൾ വിജയകരമായി ഇവിടുത്തെ CPM ഏറ്റെടുക്കുന്നത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നത് നമ്മൾ കാണണം. അവിടെയാണ് പ്രിയങ്ക ഗാന്ധി വോട്ട് കൊടുത്ത 6.5 ലക്ഷം മനുഷ്യർ, അവരുടെ മുന്നിലും പിറകിലും മുകളിലും താഴെയും തീവ്രവാദികളാണ് എന്ന് CPM-ന് പറയാൻ കഴിയുന്നത്. നമ്മളിൽ പലരും വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കാണ്. അല്ലെങ്കിലും ഇവർക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റും ഈ CPM-ന്? അവര് മതേതരത്വത്തിന്റെ ആളുകളല്ല. ഞാൻ നിങ്ങളോട് പറയാണ്, അവര് മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, ഈ മാറ്റം ഇതൊരു തുടക്കമാണ്. ഇത് മുന്നോട്ട് പോയാൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് RSS-നെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഈ കേരളത്തിൽ മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം പയറ്റാൻ ഒരു മടിയില്ലാത്തവരാണ് അവർ. അവരത് പയറ്റിയവരാണ്. നമുക്ക് ഓർമ്മയില്ലേ ശരീഅത്ത് വിവാദ കാലം? ഇന്നലെ ഞാൻ ദാറുൽ ഹുദയിൽ പോകുമ്പോൾ അവിടുത്തെ പ്രസംഗ മത്സരത്തിൽ ജഡ്ജിയായിട്ടിരുന്നു. അവിടെ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ നാസർക്ക, താടിയൊക്കെയുള്ള മീഡിയ വണ്ണിലെ നേരത്തെ ഇന്ത്യ വിഷയിലുണ്ടായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം പറഞ്ഞൊരു അനുഭവം, ഈ ശരീഅത്ത് വിവാദ കാലത്ത് ലീഗ് പിളർന്നു നിൽക്കുന്ന കാലമാണ്. അന്നത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് LDF-നോടൊപ്പമായിരുന്നു. ശരീഅത്ത് വിവാദം വന്ന് 985-ന് ശേഷം ശരീഅത്തിനെതിരെ CPM ക്യാമ്പയിൻ ആരംഭിക്കുന്ന കാലഘട്ടം. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ ഇസ്ലാമിക ശരീഅത്തിന് 14 നൂറ്റാണ്ട് മുൻപുള്ള ഗോത്ര നിയമം എന്ന് EMS അധിക്ഷേപിക്കുന്ന ആ കാലത്ത് കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ ഒരു യോഗത്തിൽ EMS പ്രസംഗിക്കാണ്. എന്താ പ്രസംഗിച്ചെന്നറിയോ? ഈ 14 നൂറ്റാണ്ട് മുൻപുള്ള നിയമം ഇത് ശരീഅത്താണ് എന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലല്ല അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ ഞങ്ങൾ കൂടെ ഇരുത്തിയിട്ടുള്ളത്. ആ ശരീഅത്തിന് വേണ്ടി വാദിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണി വിട്ടു പോകാമെന്നാണ് നാസർക്ക് എന്നോട് പറഞ്ഞത്. ഞാനത് എവിടെയും വായിച്ചിട്ടില്ല, പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. റഷീദ്ക്ക ആ യോഗത്തിലെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. ആ അപമാനം സഹിക്കവയ്യാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ എത്രയോ വർഷം CPM-ന്റെ കൂടെ നിന്ന അന്നത്തെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് ആ സമ്മേളന നഗരിയിൽ നിന്ന് തലകുമ്പിട്ട് താഴെ ഇറങ്ങി ലീഗ് ഓഫീസിൽ പോയി മുസ്ലിം ലീഗുമായി ലയനം പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നാണ്. കൃത്യം 40 വർഷം മുൻപുള്ള ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവരുടെ UCC സെമിനാർ നടന്നത് ഈ കോഴിക്കോട്ടാണ്. അവരുടെ ഫലസ്തീൻ സെമിനാർ നടന്നത് ഈ കോഴിക്കോട്ടാണ്. ആ സെമിനാർ വേദിയുടെ ഒരു മൂലക്ക് ഒരു കസേര ഒഴിച്ചിട്ടിട്ട് ഈ കസേര ലീഗിനാണ്, ഈ കസേരയിൽ ലീഗ് വന്നിരുന്നോളണം, CPM-ന്റെ പരിപാടിക്ക് കൂടിക്കൊള്ളണം. ഇല്ലെങ്കിൽ ലീഗ് ഇസ്രായേലിന്റെ കൂടെ, ഇല്ലെങ്കിൽ UCC-യിൽ ലീഗ് BJP-യുടെ കൂടെ. ലീഗിന് നിലപാടുണ്ടോ? അത് ലീഗിന്റെ വേദി പറഞ്ഞിട്ട് കാര്യമില്ല, അത് പാണക്കാട്ടെ തങ്ങളെ വേദിയിലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ
ഞങ്ങളുടെ വേദിയുടെ മൂലക്ക് വന്നിരുന്ന് ഊഴം കാത്തിരുന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളണമെന്ന തീട്ടൂരം കണക്ക് ലീഗിന് സെമിനാർ ഇട്ട് ഇവർ കാത്തിരുന്നത്, 1 വർഷം മുൻപ് കസേരയിട്ട് കാത്തിരുന്നത്. അന്ന് നമ്മൾ പോയില്ല, നമുക്കറിയാമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണനത്തിന്റെ ഈ കാട് വച്ചുള്ള കളി നഷ്ടമാണെന്ന് കണ്ടാൽ ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ആ കാട് 8ആക്കി മടക്കി കീസയിൽ വെച്ചിട്ട് RSSകാരന്റെ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ കാവിക്കാർഡ് ഇവര് വാങ്ങിക്കളിക്കുമെന്ന് ആ കാട് കടം കൊണ്ടിട്ടാണ് സ്നേഹമുള്ളവരെ ഒരു പ്രദേശത്തെ ചൂണ്ടിക്കാണിച്ച്, ഒരു പ്രദേശത്തെ മനുഷ്യരെ ചൂണ്ടിക്കാണിച്ച്, അവരുടെ ഐഡന്റിറ്റിയെ ചൂണ്ടിക്കാണിച്ച് RSSകാരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഇവർ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ രാഷ്ട്രീയം പയറ്റുന്നത് എന്ന് വെച്ചാൽ സ്നേഹമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കാലം ഇസ്ലാമോഫോബിയയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ കാലമാണ്. എല്ലാ കാലത്തും ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്ന നെറികെട്ട രാഷ്ട്രീയത്തിന്റെ കാലാണ്. ഇവിടെ നമ്മൾ എന്തു ചെയ്യും എന്നതാണ് ചോദ്യം. ആ ചോദ്യം സ്നേഹമുള്ളവരെ നമ്മുടെ മുൻപിൽ ആദ്യം മുഴങ്ങുന്ന ചോദ്യമല്ല. 48 മാർച്ച് 10 എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ വിഭജനാനന്തര വർഗീയ കലാപങ്ങളുടെ കാലമാണ്. ആ 948 ലീഗിന്റെ ദേശക്കൂറിനെ ചോദ്യം ചെയ്യുന്ന പാലൊളി മുഹമ്മദ് കുട്ടി ഹൈദരാബാദ് നെയ്സാമിന്റെ സൈന്യത്തിൽ ജോലി ചെയ്യുക. ഇന്ത്യൻ സൈന്യത്തിലല്ല കേട്ടോ, ഹൈദരാബാദ് നെയ്സാമിന്റെ സൈന്യത്തില്. ഹൈദരാബാദ് നെയ്സാമിന് എന്താ സ്വന്തം സൈന്യം? ആ സൈന്യത്തിന്റെ പേര് റസാക്കർമാർ എന്നായിരുന്നു. പാലൊളി മുഹമ്മദ് കുട്ടി ആ സൈന്യത്തിൽ അംഗമായിരുന്ന ഒരു റസാക്കറായിരുന്നു. ഹൈദരാബാദ് നെയ്സാമിന്റെ പട്ടാളം യുദ്ധം ചെയ്തത് ആർക്കെതിരെ? ഈ രാജ്യത്തിന്റെ പട്ടാളത്തിനെതിരെ. എന്തിനു വേണ്ടി? നെയ്സാം ഇന്ത്യയിൽ ചേരാൻ ഒരുക്കമായിരുന്നില്ല. നെയ്സാമിന് സ്വതന്ത്ര രാജ്യം വേണമായിരുന്നു. ആ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി 948 പാലൊളി മുഹമ്മദ് കുട്ടി സായുധ ശമ്പളം വാങ്ങി പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോ അതേ ഹൈദരാബാദ് ആക്ഷന്റെ കാലത്ത് കൊടപ്പനക്കലെ തറവാട് വീടിന്റെ മുറ്റത്ത് പോലീസ് വന്ന് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പൂക്കോയെ തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ. തങ്ങളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വിഷമമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ലീഗ് ഒന്ന് പിരിച്ചു വിട്ടാളി, എന്നിട്ട് ഇവിടെ ഇരുന്നോളൂ. തങ്ങൾ കൊടുത്ത മറുപടി ചരിത്രത്തിലുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്: ലീഗിനെ ഞാൻ പിരിച്ചുവിടാൻ, ലീഗ് ഞാൻ ഉണ്ടാക്കിയതല്ല, ലീഗ് ഒരു സാഹചര്യത്തിന്റെ തേട്ടമാണ്, ലീഗ് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. 4 കോടി മനുഷ്യർ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ, വർഗീയ കലാപങ്ങളിൽ കത്തിപ്പടരുന്ന ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ നിസ്വരായി, പ്രതീക്ഷയില്ലാത്തവരായി, വിദ്യാഭ്യാസമില്ലാത്ത ആരികവൽക്കരിക്കപ്പെട്ട പാവം മനുഷ്യർ നിൽപ്പുണ്ട് ഇരുട്ടത്ത്. അവരുടെ കണ്ണിലെ വെളിച്ചമാണ് ഈ ചന്ദ്രക്കലയിലും ഇതിലെ നിലാവും. അവർക്ക് വഴികാട്ടാൻ ഈ പതാക ഈ രാജ്യത്തിന്റെ ആകാശത്തു തന്നെ ഉണ്ടാവും. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ ഞങ്ങളുടെ തലമുറകൾ അഭിമാനത്തോടെ ജീവിക്കുമെന്ന പൂക്കോയ തങ്ങളുടെ മറുപടി എന്ന് വെച്ചാൽ, നെയ്സാമിന്റെ പട്ടാളത്തിൽ കൂലി വാങ്ങി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത പാലൊളി മുഹമ്മദ് കുട്ടിയുടെ ദേശക്കൂറിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. ആ കലാപകാലത്ത് ഭയങ്കരമായ വെല്ലുവിളികളുടെ ആ കാലത്ത് തുടങ്ങിയവരാണ് നമ്മൾ. പ്രതീക്ഷകളുടെ ഉത്തരവാദിത്വപൂർണമായ ആ രാഷ്ട്രീയ യാത്ര 7.5 പതിറ്റാണ്ട് പിന്നിട്ട് പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ഇത്രയും കാലം ഈ പ്രസ്ഥാനം ജീവിച്ചത് സ്നേഹമുള്ളവരെ ഒരു നേതാവിൻ്റെയും പ്രതാപത്തിന്റെ ബലത്തിലല്ല. ഒന്നും പ്രതീക്ഷിക്കാതെ താഴെത്തൊട്ടിൽ ഈ പ്രസ്ഥാനത്തിന്റെ പതാക നെഞ്ചിൽ ഉയർത്തിക്കെട്ടിയ ഈ വലകെട്ടിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ പോലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ഈ പ്രസ്ഥാനം ജീവിച്ചത്. അവരാണ് ഈ പതാകയെ താലാട്ടി വളർത്തിയത്. അവരാണ് ഇന്ന് കാണുന്ന പ്രതാപത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ എത്തിച്ചത്. ഈ വലിയ ദൗത്യത്തിന്റെ ഭാഗമായി നിങ്ങൾ നടത്തുന്ന ഈ പരിശ്രമങ്ങൾ സർവശക്തൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിബു മീരാന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സമത്വം, ആദർശം, അഭിമാനം മുസ്ലിം യൂത്ത് ലീഗ് വലകെട്ട് ശാഖാ സമ്മേളനത്തിന് സ്വാഗത പ്രഭാഷണം നടത്തുകയാണ് യൂത്ത് ലീഗിന്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് കെ.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉദ്ഘാടക ഭാഷകന് പെട്ടെന്ന് തന്നെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് എത്തിപ്പെടാനുള്ളത് കൊണ്ട്